ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ മെക്കാനിക്കലിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഒള്ളിയായിട്ടും കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഒള്ളിയായിട്ടും കൊടുക്കുന്നുണ്ട്, അല്ലാതെ കമ്പൈൻഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഓഗസ്റ്റ് 3 ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. മെക്കാനിക്കലിൻ്റെ നമ്മളൊരു 18ഓളം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കലിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് അക്കാഡമിയിൽ നമുക്ക് ഫ്രീ ക്ലാസ്സസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. ഓക്കെ, ഇന്ന് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് 3 ക്ലാസ് ഉണ്ട്. 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, 6 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ രാത്രി 9 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, ഇതിൽ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിന് 50 മാർക്കിന് ഇലക്ട്രിക്കലും 50 മാർക്ക് മെക്കാനിക്കലും ആണ് വരുന്നത്. നല്ല വേക്കൻസി ഉള്ള ഒരു എക്സാമാണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 11 ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത 45 ഡേയുടെ ബാച്ച് കോഴ്സ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ദൗത്യത്തിൻ്റെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ക്ലാസ്സസാണ്. അതുപോലെ തന്നെ 12 ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത LGS എക്സാമിൻ്റെ 10th ലെവൽ. ഓക്കെ, 80 ഡേയ്സിൻ്റെ ഒരു കോഴ്സാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അൾട്ടിമേറ്റ് ഉള്ള മോക്ക് ടെസ്റ്റ് സീരീസാണ്. ഓഗസ്റ്റ് 15, 22, 29 ഇനിയുള്ള ഡേറ്റ് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അപ്പം അന്നേരം 2 മണിക്കാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റും 8 മണിക്കാണെങ്കിൽ LDC എക്സാമിൻ്റെയും മോക്ക് ടെസ്റ്റുമാണ്. അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻറ്റ് പ്രൈസസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവരെല്ലാവരും നമ്മുടെ അക്കാഡമിയുടെ പ്രൊഫൈലിൽ കയറി ഒന്ന് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സുമായിരിക്കും. പിന്നെ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 10% ഓഫും കിട്ടും. ഈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഫീസിൽ നിന്ന് നിങ്ങൾക്ക് 10% ഓഫ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അത് കാറ്റഗറി നമ്പർ 068/2018 നടത്തിയ ഒരു എക്സാമാണ്. ഓക്കെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു മെക്കാനിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇത് തന്നെയാണ് മാറ്റി മറിച്ചൊക്കെ ചോദിച്ചു വരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, പ്ലസ് അതിൻ്റെ കൂടെയുള്ള തിയറി പോർഷൻസും പഠിക്കുക. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ദ ഹാർട്ട് ഓഫ് ദി ഇഗ്നിഷൻ സിസ്റ്റം സർക്യൂട്ട് ആൻഡ് കോമ്പണൻറ്റ് ഈസ് condenser, ignition coil, generator, distributor. Okay, the heart of the ignition system circuit and components is ഏതാണ്? കണ്ടൻസർ ആണോ, ഇഗ്നിഷൻ കോയിൽ ആണോ, ജനറേറ്റർ ആണോ, ഡിസ്ട്രിബ്യൂട്ടർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഇഗ്നിഷൻ കോയിൽ. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ ക്ലച്ച് ഈസ് ഡിസ്ഇൻഗേജ്ഡ് പൊസിഷൻ ആസ് എ റിസൾട്ട്. ക്ലച്ച് ഡിസ്ഇൻഗേജ്ഡ് പൊസിഷനിൽ എന്താണ്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണോ, പവർ നോട്ട് ട്രാൻസ്മിറ്റഡ് ആണോ, പവർ ന്യൂട്രൽ പൊസിഷൻ ആണോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ്? പവർ നോട്ട് ട്രാൻസ്മിറ്റഡ്. ക്ലച്ച് ഡിസ്ഇൻഗേജ്ഡ് പൊസിഷൻ അല്ലേ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദി ഗിയർ ബോക്സ് കേസിങ്സ് ആർ മെയ്ഡ് ഓഫ്. ഗിയർ ബോക്സിൻ്റെ കേസിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൈ കാർബൺ സ്റ്റീലാണോ, മൈൽഡ് സ്റ്റീലാണോ, ക്രോമിയം സ്റ്റീലാണോ, അലുമിനിയം അലോയി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, അലുമിനിയം അലോയി ആണ്. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രേക്ക് ഫ്ലൂയിഡ് ഹാസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക്. ഇപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? വെലോസിറ്റി ആൻഡ് പ്രഷർ ആണോ, വെലോസിറ്റി ആൻഡ് സ്പീഡ് ആണോ, വിസ്കോസിറ്റി ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണോ, വെലോസിറ്റി ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, വിസ്കോസിറ്റി ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി സെൽസ് ആർ യൂസ്ഡ് ഇൻ 12 വോൾട്ട് ഓട്ടോമൊബൈൽ ബാറ്ററി? 12 വോൾട്ട് ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ എത്ര സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്? എത്ര സെൽസ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, 6 സെൽസ് ആണ്. ഓക്കെ, അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇഗ്നൈറ്റ്സ് ബിഫോർ ദി സ്പാർക്ക് ടേക്ക് പ്ലേസ് അറ്റ് സ്പാർക്ക് പ്ലഗ് ഈസ് കോൾഡ്. ഓക്കെ, എയർ ഫ്യൂവൽ മിക്സ്ചർ ഇഗ്നൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ബിഫോർ സ്പാർക്ക് ടേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് അറ്റ് സ്പാർക്ക് പ്ലഗ്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? പെനിട്രേഷൻ, ഡിറ്റോണേഷൻ, ഓക്സിഡേഷൻ, പ്രീ ഇഗ്നിഷൻ. ഇതാണ് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രീ ഇഗ്നിഷൻ. ഓപ്ഷൻ ഡി. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് യൂസിങ് അലുമിനിയം അലോയ് ടു മേക്ക് സിലിണ്ടർ ബ്ലോക്സ്? സിലിണ്ടർ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അലുമിനിയം അലോയ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ലൈറ്റ് ഇൻ വെയ്റ്റും ആൻഡ് ഹാസ് എ ഗുഡ് ഹീറ്റ് ഡിസിപ്പേഷൻ ആണോ, മെറ്റീരിയൽ കോസ്റ്റ് ലോ ആണോ, ഗുഡ് ലുക്ക് ഇൻ കളർ ആണോ, ഹെവി വെയ്റ്റ് ആൻഡ് പുവർ ഹീറ്റ് ഡിസിപ്പേഷൻ ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ലൈറ്റ് ഇൻ വെയ്റ്റും അതുപോലെ തന്നെ ഹാസ് ഗുഡ് ഹീറ്റ് ഡിസിപ്പേഷനും ആയിരിക്കും. ഓക്കെ,
അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദി ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി ലോ ആണോ, മീഡിയം ആണോ, ഹൈ ആണോ, നോർമൽ ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഹൈ ആണ്. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി ഹൈ ആണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻലെറ്റ് വാൽവ് ജനറലി സ്പിൻസ് എബൌട്ട് 15 ഡിഗ്രി ബിഫോർ TDC ഈസ് കോൾഡ്. ഇൻലെറ്റ് വാൽവ് എന്താണ്? ഒരു 15 ഡിഗ്രി സ്പിൻ ചെയ്യും ബിഫോർ, ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തുന്നതിന് മുന്നേ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? വാൽവ് ലാഗ് ആണോ, വാൽവ് ലീഡ് ആണോ, വാൽവ് ട്വിസ്റ്റ് ആണോ, നൺ ഓഫ് ദി എബോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, വാൽവ് ലീഡ്. ഓക്കെ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കണ്ട. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് ട്രാപ്ഡ് എയർ ഫ്രം ദി ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഈസ് നോൺ ആസ്. ഏതായിരിക്കും? നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ ട്രാപ്പ് ചെയ്ത എയറിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? എക്സോസ്റ്റിംഗ് ആണോ, ട്രാപ്പിംഗ് ആണോ, ബ്ലീഡിംഗ് ആണോ, വെന്റിലേഷൻ ആണോ? ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബ്ലീഡിംഗ് ഓഫ്. അതെങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ്സൊക്കെ പഠിച്ചു. ഓക്കെ. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ വെഹിക്കിൾ ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് ലെവൽ റോഡ് ആൻഡ് ദ റെസിസ്റ്റൻസ് അഫക്റ്റിംഗ് ബോത്ത് ദ ഡ്രൈവിംഗ് വീൽ ഈസ്. വെഹിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലെവൽ റോഡിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ബോത്ത് ഡ്രൈവിംഗ് വീൽസിലും അഫക്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കോ, ഹയർ ആയിരിക്കോ, നോർമൽ ആണോ, സെയിം ആണോ? ഇറ്റ് ഈസ് സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ്? താഴെ തന്നിരിക്കുന്നതിൽ ഡിഫറൻഷ്യൽ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ അല്ലാത്തത് സ്റ്റാർ പിനിയോൺ ആണോ, ആക്സിൽ ഷാഫ്റ്റ് ആണോ, ഡ്രൈവ് പിനിയോൺ ആണോ, ക്രാങ്ക് ഷാഫ്റ്റ്? ഇതാണ്. ഇറ്റ് ഈസ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ഗിയർ ബോക്സിൻ്റെ പാർട്ട് അല്ലാത്തത്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് റിഫ്ലക്റ്റർ യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്റ്ററിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ ആണോ, സ്പിരിക്കൽ ആണോ, പാരാബോളിക് ആണോ, എലിപ്റ്റിക്കൽ ആണോ? ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, പാരാബോളിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീഫ് സ്പ്രിങ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ്. ലീഫ് സ്പ്രിങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന കാസ്റ്റ് അയൺ ആണോ, ഹൈ കാർബൺ സ്റ്റീൽ ആണോ, കാസ്റ്റ് അയൺ ആണോ, സ്പ്രിംഗ് സ്റ്റീൽ ആണോ? ലീഫ് സ്പ്രിങ്സ് ജനറലി ഉണ്ടാക്കിയിരിക്കുന്നത് സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ്, സ്പ്രിംഗ് സ്റ്റീൽ. അടുത്ത, ദ ബാക്ക്വേർഡ് ടിൽട്ട് ഓഫ് ദി കിങ് പിൻ ആൻഡ് ആക്സിൽ അറ്റ് ദ ടോപ്പ് ഈസ് കോൾഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാക്ക്വേർഡ് ടിൽട്ട് അറ്റ് ദ കിങ് പിന്നും അതുപോലെ ആക്സിൽ അറ്റ് ദ ടോപ്പിനെ പറയുന്ന പേര് ക്യാമ്പർ ആംഗിൾ ആണോ, ടോയി ഇൻ ആണോ, കിങ് പിൻ ഇൻക്ലിനേഷൻ ആണോ, കാസ്റ്റർ ആംഗിൾ ആണോ? ഓക്കെ. നമ്മുടെ വീൽ അലൈൻമെൻറ്റിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേംസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, കാസ്റ്റർ ആംഗിൾ ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓയിൽ പമ്പ് ഓഫ് ദി ഓട്ടോമൊബൈൽ എഞ്ചിൻ ഈസ് ഡ്രിവൺ ബൈ ദി. ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ ഓയിൽ പമ്പ് ഡ്രിവൺ ബൈ ദി ക്യാം ഷാഫ്റ്റ് ആണോ, ഗിയർ ഷാഫ്റ്റ്, ഫോളോവർ ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് ഡയറക്ട്ലി? ഏതായിരിക്കും? ഇതും PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ, ദി ക്ലച്ച് യൂണിറ്റ് കോയിൽ സ്പ്രിങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ പ്രഷർ പ്ലേറ്റ് ആൻഡ് ഡാഷ്. ക്ലച്ച് യൂണിറ്റ് കോയിൽ സ്പ്രിങ്സ് എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്? പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയ്ക്കും. ഡിസ്ക് യൂണിറ്റ് ആണോ, ബാറ്റിലാണോ, ഫ്ലൈ വീലാണോ, അതോ ക്ലച്ച് കവറാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ക്ലച്ച് കവർ. ഓക്കെ. ക്ലച്ച് യൂണിറ്റ് കോയിൽ സ്പ്രിങ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ പ്രഷർ പ്ലേറ്റും ക്ലച്ച് കവറുമാണ്. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, ദ വീൽ ബേസ് ഓഫ് എ ഓട്ടോ കാർ. ദ വീൽ ബേസ് ഓഫ് എ ഓട്ടോ കാർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെയർ ടയേഴ്സ് ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ടയേഴ്സ് ആണോ, ലെങ്ത് ഓഫ് ദി വെഹിക്കിൾ ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി ഫ്രണ്ട് ആൻഡ് റെയർ വീൽസ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദി ഫ്രണ്ട് ആൻഡ് റെയർ വീൽസ് ആയിരിക്കും. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററീസ് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. കപ്പാസിറ്റി, ലെഡ് ആസിഡ് ബാറ്ററിയുടെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ഓംസിലാണോ, വോൾട്ടിലാണോ, ആംബിയർ അവറിലാണോ, ആംബിയറിലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ആംബിയർ അവർ. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്പറേറ്റ്സ് കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സ് ഓഫ് ഇഗ്നിഷൻ സിസ്റ്റം. ഏതാണ്? ജനറേറ്റർ ആണോ, സ്റ്റാർട്ടിംഗ് മോട്ടർ ആണോ, റെഗുലേറ്റർ ആണോ, എഞ്ചിൻ ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, എഞ്ചിൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്സ് ഓഫ് ഇഗ്നിഷൻ സിസ്റ്റം. 42ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ ക്ലച്ച് ഓപ്പറേറ്റ്സ് ഇൻ ആൻ ഓയിൽ ബാത്ത് ഇറ്റ് ഈസ് കോൾഡ്. ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആണോ, വെറ്റ് ക്ലച്ച് ആണോ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണോ, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, വെറ്റ് ക്ലച്ച് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലച്ചസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ബ്രിങ്സ് ബാക്ക് ബ്രേക്ക് ഷൂ ഇൻ ദെയർ ഒറിജിനൽ പൊസിഷൻ. ബ്രേക്ക് ഷൂവിനെ ഒറിജിനൽ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്ന ആരാണ്? കംപ്രഷൻ സ്പ്രിംഗ് ആണോ, ടെൻഷൻ സ്പ്രിംഗ് ആണോ, റിഫ്രാക്റ്റിംഗ് സ്പ്രിംഗ് ആണോ, കോയിൽ സ്പ്രിംഗ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, റിഫ്രാക്റ്റിംഗ് സ്പ്രിംഗ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കോയിൽ സ്പ്രിംഗ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് മേക്ക്. കോയിൽ സ്പ്രിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് മേക്ക് വെയർ ആൻഡ് ടയർ, ബ്രേക്കിംഗ് ടെൻഡൻസി, നോയിസ് പ്രോബ്ലം, നൺ ഓഫ് ദി എബോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, നോയിസ് പ്രോബ്ലം. ദ എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് എ റിച്ച് മിക്സ്ചർ ഈസ് എബൌട്ട്. റിച്ച് മിക്സ്ചറിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോ ഇറ്റ് ഈസ് 8:1 ആണ്. ഇതാണ് 8:1.
ആസിഡ് യൂസ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക്, നൈട്രിക്. ഇറ്റ് ഈസ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഗിയർ ഈസ് യൂസ്ഡ് ടു ചെക്ക് സ്ട്രെയിറ്റ്നെസ്, എൻഡ് പ്ലേ ഓഫ് ഷാഫ്റ്റ്, റൺ ഔട്ട് ഓഫ് വീൽസ് ആൻഡ് ബാക്ക്ലാഷ് ഓഫ് ഗിയേഴ്സ്. ഏത് ഗിയർ ആയിരിക്കും? സ്ട്രെയിറ്റ്നെസ്, അതുപോലെ എൻഡ് പ്ലേ ഓഫ് ഷാഫ്റ്റ്, റൺ ഔട്ട് ഓഫ് വീൽസ്, ബാക്ക്ലാഷ് ഓഫ് ഗിയേഴ്സ്. വാക്യൂം ഗേജ് ആണോ, പ്രഷർ ഗേജ് ആണോ, ഡുവൽ ഗേജ് ആണോ, ഫീലർ ഗേജ് ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഡുവൽ ഗേജ്. ഓക്കെ. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോളിമെട്രിക് എഫിഷ്യൻസി ഓഫ് 2-stroke എഞ്ചിൻ ഈസ്. ഓക്കെ. നമ്മുടെ 2-stroke എഞ്ചിൻ്റെ വോളിമെട്രിക് എഫിഷ്യൻസി എന്താണ്? മീഡിയം ആണോ, നോർമൽ ആണോ, ലെസ് ആണോ, ഹൈ ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലെസ് ആണ്. ദ ഹെവി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഹാസ്. ഹെവി ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? ലോ വിസ്കോസിറ്റി, നോർമൽ വിസ്കോസിറ്റി, ഹൈ വിസ്കോസിറ്റി, നൺ ഓഫ് ദി എബോവ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഹൈ വിസ്കോസിറ്റിയാണ് വരുന്നത്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫയറിംഗ് ഓർഡർ ഓഫ് 6-cylinder ഇൻലൈൻ എഞ്ചിൻ ഈസ് യൂഷ്വലി. 6-cylinderൻ്റെ ആണ് ഫയറിംഗ് ഓർഡർ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, 1 5 3 6 2 4. ഓക്കെ. അപ്പോൾ അത് നോക്കുക, ഫയറിംഗ് ഓർഡർ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, പാർട്ട് 1. നമ്മുടെ മെക്കാനിക്കലിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ. താങ്ക് യു.